അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് മൊമെൻറ്റ്സ് ആണല്ലേ. മൊമെൻറ്റ്സിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചു. ദാറ്റ് സെൻട്രൽ മൊമെൻറ്റ് ഈസ് ഗിവൺ ബൈ മ്യൂ ആർ ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ റേസ് ടു ആർ ബൈ എൻ. ആ ഇക്വേഷൻ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ദാറ്റ്സ് മൊമെൻറ്റ് ഈസ് ഗിവൺ ബൈ മ്യൂ ഡാഷ് ആർ സിഗ്മ എക്സ് മൈനസ് എ ബൈ, സോറി അവിടെ മ്യൂവിന് ഒരു ഡാഷ് ഉണ്ട്, ഡാഷ് മറന്നാണ്, ഡാഷ് ആറാണ്. മ്യൂ ഡാഷ് ആർ ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എ റേസ് ടു ആർ ബൈ എൻ. അപ്പോൾ അങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ മ്യൂ ആർ ഡാഷിനെ നമ്മൾ എന്ത് ചെയ്യും, സിഗ്മ എക്സ് ബൈ എൻ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ മ്യൂ ആർ എന്ന് പറഞ്ഞത് സിഗ്മ എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ റേസ് ടു ആർ ബൈ എൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമുക്കറിയാം നമ്മൾ സിഗ്മ എഫ് ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്, ബൈ എൻ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഓക്കെ. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക, മ്യൂ ഡാഷ് ആർ ഈക്വൽ ടു സിഗ്മ എഫ് ഓഫ് എക്സ് മൈനസ് എ ഡാഷ് ബൈ എൻ ഓൺ റേസ് ടു ആർ. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതൊന്നും കാര്യമായിട്ട് എല്ലാ ഇക്വേഷനും പഠിക്കേണ്ട, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു ഇക്വേഷൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ മ്യൂ ആർ എന്ന് പറഞ്ഞത്, മ്യൂ ആർ ഡാഷിന് നമ്മൾ ഒറിജിനിൽ കാണുമ്പോൾ നമുക്ക് ഒറിജിൻ കാണുമ്പോൾ സിഗ്മ എഫ് എക്സ് ആർ ബൈ എൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ ആറിന്, സപ്പോസ് ഈ ഇക്വേഷനിൽ നമ്മൾ ആറിന് 1 2 3 and 4 ഒക്കെ, അതായത് ഫസ്റ്റ് 4 സെൻട്രൽ മൊമെൻറ്റ്സ് ആണ് നമുക്ക് കാണണമെങ്കിൽ. അപ്പോൾ 6 സെൻട്രൽ മൊമെൻറ്റ്. അപ്പോൾ 6 1 2 3 and 4 ആകുമ്പോൾ ഉള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇക്വേഷൻ ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ മ്യൂ 1 എന്ന് പറഞ്ഞത് നമ്മൾ ആ ഇക്വേഷൻ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ സിഗ്മ എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ എൻ. ഓക്കെ. അതാണ് ഇക്വേഷൻ. അപ്പോൾ മ്യൂ 1 ആകുമ്പോൾ ചേഞ്ച് ഒന്നുമില്ല, ഇക്വേഷൻ സെയിം ആണ്. അപ്പോൾ 0 ആവും എപ്പോഴും ഉണ്ടാവുക. ഓക്കെ. പിന്നെ മ്യൂ 2 ആകുമ്പോൾ സിഗ്മ എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ, അതായത് 2 ആണല്ലോ. അപ്പോൾ നമ്മൾ 2 ആകുമ്പോൾ അവിടെ ചേഞ്ച് ചെയ്യും, 2 ബൈ എൻ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ആവും. ഓക്കെ. അതേപോലെ മ്യൂ 3 ആകുമ്പോൾ സിഗ്മ എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ക്യൂബ് ആവും, അതായത് 3 ആകുമ്പോൾ ക്യൂബ് ആവും ഡിവൈഡ് ബൈ എൻ. അതുപോലെ മ്യൂ 4 ആകുമ്പോൾ ആ ഇക്വേഷനിൽ 4 ആവും. ഇത്രയുള്ള അതിൻ്റെ ചേഞ്ചസ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് 4 സെൻട്രൽ മൊമെൻറ്റ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് നോക്കാം. അതായത് ഫസ്റ്റ് സെൻട്രൽ മൊമെൻ്റ് എന്ന് പറയുന്നത് മീൻ ഓഫ് ഡീവിയേഷൻ ഓഫ് വാല്യൂസ് ആണ്. അതായത് അരിത്തമെറ്റിക് മീനിൻ്റെ ഡീവിയേഷൻ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് സെൻട്രൽ മൊമെൻ്റ് കാണും. ഓക്കെ. അപ്പോൾ അതെപ്പോഴും 0 ആവും. അതായത് ഫസ്റ്റ് നമ്മൾ ഇക്വേഷനിൽ കണ്ടപ്പോൾ നോക്കിയല്ലോ, അതായത് ഇക്വേഷൻ എപ്പോഴും 0 ആവും. ഓക്കെ. മ്യൂ 1 ഈക്വൽ ടു സിഗ്മ എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ എൻ ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമുക്ക് നോക്കാനുള്ളത്. എക്സാമ്പിൾ ഫസ്റ്റ് 4 മൊമെൻറ്റ്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ അബൌട്ട് വാല്യൂ 5 ഓഫ് ദ വേരിയബിൾ ആർ 2 20 40 and 50. അപ്പോൾ 2 20 40 and 50 ആണ് വാല്യൂസ്. അപ്പോൾ അതിൻ്റെ മീനും വേരിയൻസും മ്യൂ 3 മ്യൂ 4 ആണ് കണ്ടത്. ഓക്കെ. അപ്പോൾ സൊല്യൂഷൻ കാണുമ്പോൾ നമുക്ക് മീൻ കാണാം എ പ്ലസ് മ്യൂ ഡാഷ് 1 ആണ്. എയും മ്യൂ ഡാഷ് 1 കൂടെ പ്ലസ് ചെയ്യുക. അതായത് എ എന്ന് പറഞ്ഞത് എന്താണ്, വാല്യൂ ആണ്. അപ്പോൾ എ 5 ആണ്. മ്യൂ ഡാഷ് എന്ന് പറഞ്ഞത് 2. മ്യൂ ഡാഷ് എന്താണ്, ഫസ്റ്റ് സെൻട്രൽ മൊമെൻ്റ് അല്ലേ. അപ്പോൾ മ്യൂ ഡാഷ് ഇവിടെ എന്താണ്, 2. അപ്പോൾ 5 + 2 7. പിന്നെ വേരിയൻസ് എന്ന് പറഞ്ഞത് മ്യൂ 2 ഈക്വൽ ടു മ്യൂ ഡാഷ് 1 മൈനസ് മ്യൂ ഡാഷ് 1 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ. അപ്പോൾ സെക്കൻഡ് മ്യൂ 2 എന്ന് പറഞ്ഞത് എന്താണ്, 20 മൈനസ് 2. മ്യൂ ഡാഷ് 1 2 ആണ്. 2 എന്ന് പറഞ്ഞത് 4. അപ്പോൾ 20 മൈനസ് 4 ഈക്വൽ ടു 16 ആണ്. അപ്പോൾ അതാണ് മ്യൂ 2. പിന്നെ മ്യൂ 3 എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ മ്യൂ ഡാഷ് 3 മൈനസ് 3 മ്യൂ ഡാഷ് 2 ഇൻറ്റു മ്യൂ ഡാഷ് 1 റേസ് ടു ക്യൂബ്. അപ്പോൾ അതേപോലെ തന്നെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ -64 ആണ് കിട്ടുക.
അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? μ3 μ4 ആണ്. അപ്പോൾ -64 ആണ് μ3. μ4 എന്ന് പറയുന്നത് μ-4 - 4 ഇൻറ്റു μ-3 ഇൻറ്റു μ-1. അതേപോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 162 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് μ4. അപ്പോൾ μ3 μ4 നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് കുർട്ടോസിസ് ആണ്. കുർട്ടോസിസ് അതായത് നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? സ്ക്യൂനെസ്സിൻ്റെ മെഷേഴ്സാണ് അല്ലേ. പിന്നെ നമുക്ക് കുർട്ടോസിസ് എന്താണെന്ന് നോക്കാം. കുർട്ടോസിസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് മീൻസ് ദാറ്റ് ബൾഗിനെസ്, അതായത് ബൾഗിനെസ് എന്ന് വെച്ചാൽ ഒരു നമ്മളെ കേവിൻ്റെ ഒരു പീക്കർനെസ്, ബൾജ് ചെയ്ത് നിൽക്കാനൊക്കെ പറയില്ല, അതേപോലെ ആ ഒരു ഇതിനെയാണ് നമ്മൾ ബൾഗിനെസ് എന്ന് പറയുക. ഇറ്റ് മെഷേഴ്സ് ഈ പീക്കർനെസ് ഓർ ഫ്ലാറ്റ്നെസ്, അതായത് അതിൻ്റെ മെഷർ എന്ന് പറയുന്നത് അതിൻ്റെ പീക്കഡ്നെസ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലാറ്റ്നെസ്സോ ആണ്. അതായത് ആ ഫ്രീക്വൻസി കർവിൻ്റെ പീക്കഡ്നെസ്, അതിൻ്റെ ആ ഫ്ലാറ്റ്നെസ് തന്നെയാണ് നമ്മൾ എന്ത് പറയുക, മെഷർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ കുർട്ടോസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അതിൻ്റെ പീക്കഡ്നെസ്സിനെ അല്ലെങ്കിൽ നോർമൽ കർവിനെ മെഷർ ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണുക. ഓക്കെ, ഇപ്പോൾ നോർമൽ കർവിനെ നമ്മൾ എന്ത് പറയുക? മീസോകർട്ടിക് എന്ന് പറയും. ബിക്കോസ് ഇറ്റ് ഈസ് കർട്ടിക് ഇൻ ദ സെൻറ്റർ. അതായത് നോർമൽ കർവ് എപ്പോഴും സെൻട്രലിലാവും വരിക. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? കർട്ടിക് എന്ന് പറയും. അപ്പോൾ കർവ് റിലേറ്റീവ്ലി മോർ പീക്കർ ദാൻ നോർമൽ കർവ് ആണെങ്കിൽ, അതായത് നോർമൽ കർവ് നമ്മളിപ്പോൾ പറഞ്ഞ നോർമൽ കർവ്, അതായത് മീസോകർട്ടിക്കിൻ്റെ കുറച്ചും കൂടെ മോർ ആണെങ്കിൽ പീക്കഡ്, അതിൻ്റെ പീക്കഡ്നെസ് കുറച്ചും കൂടെ കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ലെപ്റ്റോകർട്ടിക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ കർവ് നോർമൽ കർവിനേക്കാൾ ഫ്ലാറ്റ് ആണെങ്കിൽ, അതായത് കുറച്ച് ഫ്ലാറ്റായിട്ടാണുള്ളതെങ്കിൽ പ്ലാറ്റിക്കർട്ടിക് എന്ന് പറയും. അപ്പോൾ ആ ഫ്ലാറ്റായിട്ടുള്ള കർവിന് നമ്മളെന്താ പറയുക? പ്ലാറ്റിക്കർട്ടിക്. അപ്പോൾ അതെന്താണ്? ഇറ്റ്സ് സെഡ് ടു ലാക്ക് കുർട്ടോസിസ്, അതായത്